ഹലോ, നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ മാങ്ങയാണ്. അത് നന്നായിട്ട് കഴുകി തൊലി കളഞ്ഞെടുക്കാം. ഇതെല്ലാം ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 നുള്ളു മഞ്ഞൾപ്പൊടിയും മാങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. മാങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ മാങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ശർക്കര ചേർക്കാം. ശർക്കരയിൽ കല്ലുണ്ടെങ്കിൽ തീർച്ചയായും പാനിയാക്കി അരിച്ചൊഴിക്കുക തന്നെ വേണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാവേ. ആ സമയം നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് കൂടി തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മുളക് പൊടി, 2 നുള്ളു മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ അരച്ചെടുക്കുന്നത് വെള്ളമൊഴിച്ചല്ല കേട്ടോ, തൈരൊഴിച്ചിട്ടാണ്. നല്ല കട്ടിയുള്ള അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തൈരിൻ്റെ അളവ് ഞാൻ പ്രത്യേകം പറയുന്നില്ല, പുളിക്ക് അനുസരിച്ച് എടുക്കുക. ഓക്കെ, ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് തൈരാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കരയും മാങ്ങയൊക്കെ നന്നായിട്ട് താണ്ടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങയുടെ കൂട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ. ഇനി 2 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ തേങ്ങയുടെ ആ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് തിളച്ച് വരും. ഈ സമയത്ത് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാവേ. ഉപ്പോ മധുരമോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് താളിപ്പ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാനിൽ 1 സ്പൂൺ നെയ്യ് ചൂടാക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക്, 2 നുള്ളു ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് മൂപ്പിക്കുക. എനിക്ക് വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.